ഈ പാറ ടാറ്റ ഹൈയർ EV കയറോ എന്നുള്ളത് ഞാൻ നോക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഇല്ലാതെ, അതായത് ടാറ്റ ഹൈയർ .EVൻ്റെ ഒരു ഫീച്ചറാണ് റിമോട്ട് പാർക്കിംഗ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്ത് പാർക്കിംഗ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി വരുന്ന സമയത്ത് ഒരു ഓബ്സ്ട്രിക്കിൾ ഉണ്ട്. ഇത് കയറോ എന്നുള്ളത് നോക്കാൻ പോവാട്ടോ. വരുന്നുണ്ട്. യെസ്, വരുന്നുണ്ട്. പാറ എത്തി. വാവ്, സംഭവം കയറിയിട്ടാ സിമ്പിളായിട്ട്. യെസ്. അപ്പോൾ ടാറ്റ ഹാരിയർ .EVക്കകത്തുള്ള ഒരു ഫീച്ചറാണ് റിമോട്ട് പാർക്കിംഗ്. നമുക്ക് മാനുവലി സ്ലോട്ട് സെലക്ട് ചെയ്ത് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്തിട്ട് പാർക്ക് ചെയ്യാം. റിമോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വാഹനത്തിനകത്തിരുന്നിട്ട് തന്നെ ഇത് പാർക്ക് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷനുകളിൽ ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടിയാണ് ഞാൻ കാണിച്ചത്. ടാറ്റ ഹാരിയർ EVൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തു ലോഞ്ചിൻ്റെ സമയത്ത്, മറ്റൊന്ന് നമ്മളൊരു ഓഫ് റോഡ് ടെസ്റ്റ് നടത്തി. ഇനി നമ്മളിതാ ഇതിൻ്റെ റിയൽ ഡ്രൈവ് ചെയ്യാൻ പോകണം. അതായത് റേഞ്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എത്ര കിട്ടും എന്നുള്ളത് നോക്കണം. അതുപോലെ റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, കംഫർട്ട് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. സോ എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ടാറ്റ ഹാരിയർ .EVനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 ബാറ്ററി പാക്കുകളായിട്ട് ഇത് അവൈലബിൾ ആണ്. 65 kWh ഒരു ബാറ്ററി പാക്കും 75 kWh ഒരു ബാറ്ററി പാക്കും. 480 കിലോമീറ്റർ ദൂരമാണ് ഒന്ന് സഞ്ചരിക്കുക, മറ്റത് 505 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും 75ൻ്റെത് 505ഉം മറ്റേത് 480, അങ്ങനെയല്ല. റിയർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും അങ്ങനെ 2 ഓപ്ഷനുകളിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 75 kWh ഒരു ബാറ്ററി പാക്കുള്ള ഫുൾ ഓപ്ഷൻ ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. ഇത് ഏറെക്കുറെ റിയൽ റേഞ്ച് 480 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ്. റിയർ വീൽ ഡ്രൈവിലേക്ക് വരുന്ന സമയത്താണ് 505 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നത്. അത് 75 kWh ബാറ്ററി പാക്കിനകത്ത് എന്നുള്ളതാണ്. മറ്റേലേക്ക് വരുന്ന സമയത്ത് 480 തന്നെയാണ് എന്നുള്ളതാണ്. അത് ആ ഒരു 2 ഡ്രൈവ് പാറ്റേൺ തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ് എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ടോപ്പ് വരുന്നത് 505 കിലോമീറ്റർ ദൂരമാണ് റിയർ വീൽ ഡ്രൈവിനകത്ത്. ഓൾ വീൽ ആകുമ്പോൾ 480 എന്നുള്ളതാണ്. ഓൾ വീൽ ഡ്രൈവിനകത്തേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊന്ന് നമ്മൾ വാക്ക് അറൗണ്ട് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ വീണ്ടും ആവർത്തിച്ച് വിരസിപ്പിക്കുന്നില്ല. 21 ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ്. ആ ഒരു ഇതിനകത്ത് ആ ഒരു ബൗണ്ടറിക്കകത്താണ് ഇത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഒന്ന് ഇതിൻ്റെ ലുക്കാണ്. ഭയങ്കര മാസീവ് ലുക്കുള്ള ഒരു വാഹനമാണ്. ഈവൺ ഇതൊരു ഇലക്ട്രിക് ആണെങ്കിൽ പോലും ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗവും ഒക്കെ തന്നെയും കുറച്ചും കൂടി ഭയങ്കര അഗ്രസീവ് ഫീൽ നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം ഭയങ്കര സ്പേഷ്യസ് ആണ് എന്നുള്ളതാണ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്യാബിൻ സ്പേസ് ഉണ്ട്. ഒന്നാമത്തതിൻ്റെ വലിപ്പം കൊണ്ടാണ്. ഒരു 5 സീറ്ററാണ് എന്നിരുന്നു കഴിഞ്ഞാലും ഭയങ്കര വിശാലമായിട്ടുള്ളൊരു സീറ്റിംഗ് ഫെസിലിറ്റി ഈ വാഹനത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ചും കേപ്പബിലിറ്റിയും തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. .EV എന്ന് പറഞ്ഞൊരു ബാഡ്ജ്. എനിക്ക് തോന്നുന്നു .EVൻ്റെ മുഴുവൻ കീന് ഇതേപോലെ മാറുമെന്ന് എനിക്കറിയില്ല. ബട്ട് ദിസ് ഈസ് വെരി നൈസ്. ഒരു ഐപോഡൊക്കെ പോലെ. ഐപോഡ് കാലഹരണപ്പെട്ടു പോയി, അതിനെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ്. ഇതിനകത്താണ് നമ്മൾ ഓട്ടോമാറ്റിക് റിമോട്ട് ഫംഗ്ഷനിങ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്തൊരു NFC കാർഡും ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കീന് പകരം NFC കാർഡായിട്ടും ഇത് യൂസ് ചെയ്യാം. ആണോ, ഇങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതിവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം, ഡ്രൈവ് മോഡുകളുണ്ട്, നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ളുണ്ട്, അതുപോലെ സ്പോർട്ട് അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഓൾ വീൽ ഡ്രൈവിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബൂസ്റ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ത്രോട്ടിൽ ഇനീഷ്യൽ തന്നെ കിട്ടിയിട്ട് നമുക്ക് മിസൈൽ പോലെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനകത്തൊരു റോക്കറ്റ് പോലത്തെ അല്ലെങ്കിൽ ഒരു മിസൈൽ പോലത്തെ ചിഹ്നം കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവരുടെ മ്യൂസിക് സിസ്റ്റം JBL ട്യൂൺഡ് മ്യൂസിക് സിസ്റ്റമാണ്. അത് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഡെമോ കേൾപ്പിക്കട്ടോ. ഡോൾബി ഡെമോ എടുക്കുക, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഡോർ അടക്കണം കേട്ടോ ശരിക്കും, അതിൻ്റെ ഒരു ഫുൾ കിട്ടണമെങ്കിൽ. ശരിക്കും ആ ഒരു സറൗണ്ടിങ് ഒക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. അത് ഫ്രണ്ടിൽ മാത്രമല്ല കേട്ടോ, ബാക്കിലും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി നമുക്കിത് ട്യൂൺ ചെയ്യാനൊക്കെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തൊക്കെ എടുക്കാം. അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. JBL മോഡ്സ് ഉണ്ടോ, ഇത് നമ്മൾ ഓരോ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതാക്കാൻ പറ്റും. പിന്നെ സീറ്റ് സെലക്ഷൻ എവിടേക്കാണ് കൂടുതൽ വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ അവിടെ നമുക്കൊരു റിയർ വ്യൂ ക്യാമറ, അത് ക്യാമറ ആയിട്ടാണ് വരുന്നത്, റിയർ വ്യൂ മിറർ ആയിട്ടല്ല. ഫുൾ ടൈം ആക്ടിവേറ്റഡ് ക്യാമറ കം റെക്കോർഡറാണ്. അതിനകത്ത് തന്നെ നമുക്ക് റിയർ വിഷ്വൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി നമുക്ക് എടുത്തേക്കുക എന്നുള്ളതാണ്. ഇനി വേറെ കാര്യം, ഇവരുടെ IRA എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കും, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇത്ര സമയം ഐഡിയലായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ റേഞ്ച് കിട്ടും. നിങ്ങൾ ഭയങ്കര ഹാർഡ് ഡ്രൈവ് ചെയ്യുന്നു, അതുകൊണ്ടാണ് റേഞ്ച്. അങ്ങനെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് പോയിൻറ്റ്സ് പറയും. അപ്പോൾ ഒരു EV യൂസറിനെ സംബന്ധിച്ചോളം അവർ റേഞ്ച് ലാഭിക്കാൻ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഹോൺ അടിക്കാം. ഇപ്പോൾ ഒരു പാർക്കിങ്ങിൽ നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഫൈൻ ചെയ്യണമെങ്കിൽ ഹോൺ അടിക്കാട്ടില്ല, നമ്മൾ ഓൺ ചെയ്യാം. അങ്ങനത്തെ ആക്ടിവിറ്റികൾ AC ഓൺ ചെയ്യാം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അങ്ങനത്തെ പരിപാടികളൊക്കെ അതിനകത്ത് നടക്കും. അതിനേക്കാൾ ഉപരി രസമായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഫൈൻഡ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് പേ ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ വാലറ്റ് വഴിയല്ല, നമുക്ക് UPI വെച്ച് പേ ചെയ്യാം. അതുകൊണ്ട് വാലറ്റിനകത്ത് നേരത്തെ ആഡ് ചെയ്ത് വെക്കേണ്ട, അപ്പോൾ സമയത്ത് തന്നെ നമുക്ക് UPI കണക്ട് ചെയ്തിട്ട് പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ അതൊരു നല്ല കാര്യം. ഇനി ഇവിടെ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺറൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് ആ സാധനം കൊടുത്തിട്ടുണ്ട്. പാനറമിക് ആണ്, ഇൻട്രസ്റ്റിംഗ്. യെസ്. പിന്നെ വണ്ടി മൊത്തത്തിലിട്ടില്ല, ഭയങ്കര സ്പേഷ്യസ് ആൻഡ് ഭയങ്കര ലക്ഷൂറിയസ് ഇൻറ്റീരിയർ ആണ്. വെരി നൈസ്. രണ്ട് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാണ്ട്. ഒന്ന്, ഈ ഗിയർ ഷിഫ്റ്റ്. ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്ന ഒരു റൊട്ടേറ്ററി സ്വിച്ചാണ്, ഇത് മാറിയിട്ട് ഇങ്ങനെ ഒരു ടോഗിൾ പോലത്തെ സാധനം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫുള്ളി ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കറക്റ്റ് ചേഞ്ച് ആവുക. അപ്പോൾ ഇതെടുക്കുന്ന ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തൊരു കാര്യം, ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോ അതിനകത്തേക്ക് ഫോൺ വെക്കൽ ഇങ്ങനെയാണ്, ഇങ്ങനെ നമുക്ക് വെക്കാം. പക്ഷേ അതിനകത്ത് നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ തടയും. അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ തന്നെ വെച്ചിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓട്ടോ പാർക്കിംഗ്. അത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലത്തെ വേറെ ഒന്നാണ്, ഇതിനകത്തൊരു ഡ്രിഫ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അത് സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റിങ്സ്, വെഹിക്കിൾസ്, ഇവിടെ ഉണ്ടോ ഡ്രിഫ്റ്റ് മോഡ്, ഇത് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡ്രിഫ്റ്റ് മോഡ് ആക്ടിവേറ്റഡ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, റിയർ വീലിനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം വേണമെങ്കിൽ ഡ്രിഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഭാഗം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഇനി നമ്മളെ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഡ്രൈവിനിടയിൽ നമ്മളിതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ എത്ര കിലോമീറ്റർ ഓടി, എത്ര പെർസെൻറ്റേജ് ചാർജ് ചിലവായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും കൂടി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഞാനിതൊന്ന് കാണിക്കാം. 93% ആണ് ഇതിനകത്ത് ചാർജ് ഉള്ളത്. അത് ഈ ഒരു ഭാഗത്ത് 93% എന്നാണ്. 460 കിലോമീറ്റർ ദൂരമാണ് അത് വെച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ പ്രീവിയസ് ഡ്രൈവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. 100% ഉണ്ടെങ്കിൽ 480 ആണ് റിയൽ റേഞ്ച് കമ്പനി പറയുന്നത് എന്നുള്ളതാണ്. ഓഡോമീറ്ററിനകത്ത് 911 കിലോമീറ്റർ ഓടിയതായിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് 905 കിലോമീറ്റർ ദൂരം ഓടി 98% ചാർജും 480ഓളം റേഞ്ചും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തത്. ഇനി നമ്മളിത് ഓടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. പിന്നെ 98 93 ആയതിനെ കുറിച്ച് പറയാവേണ്ട, കാരണം നമ്മൾ ഷൂട്ടിന് വേണ്ടി കുറേ നേരം ഐഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കേസ് വന്നത്. അപ്പോൾ നമുക്ക് 93 മുതൽ നോക്കാം എന്നുള്ളതാണ്. 460 ആണ് കാണിക്കുന്നത്. ലെറ്റ്സ് മൂവ്. നല്ല ട്രാഫിക്കാണ്, അതുകൊണ്ട് തന്നെ റിയൽ ലൈഫാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. വേറൊരു കാര്യമേ, മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വണ്ടി 2 വീൽ ഡ്രൈവിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് അവിടെ ഫ്ലോ കാണിക്കുന്നുണ്ടല്ലേ, റിയർ വീലിലേക്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പം പച്ച ആ ഒരു ഗ്രീൻ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആണ്. ഇപ്പോൾ നോക്കിയാൽ ബാക്കിലേക്കാണ് പവർ പോണ്. ഓക്കെ, ഞാൻ നല്ല ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഫുള്ളിലേക്കും പവർ പോണ കാണിക്കും. കണ്ടാ ഞാൻ നോക്കിയാ യെസ്. അതായത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് അത്യാവശ്യം ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് ഇത് ഓൾ വീൽ ഡ്രൈവ് ആവണത്. അതായത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൾ വീൽ ഡ്രൈവും അല്ലാത്ത സമയത്തൊക്കെ ഇത് 2 വീൽ ഡ്രൈവും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് നല്ല കാര്യമാണ്, കുറച്ചും കൂടി പവർ സേവ് ചെയ്യാനൊക്കെ അത് സഹായിക്കും തോന്നുന്നു. ഓടിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമാൻഡിങ് പൊസിഷനാണ്.
ആണ്, അത്യാവശ്യം നല്ല ടോർക്ക് ഉണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു പുഷ് വരുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല സസ്പെൻഷനാണ്. കാരണം സസ്പെൻഷനൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഹെവി ലോഡ് അതുമുള്ള ആ ഒരു ഫീല് ശരിക്കും കിട്ടുന്നുണ്ട്. അത് നല്ല വെഹിക്കിള് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ച് കൊണ്ടു നടക്കാൻ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഒരു ടാങ്ക് അല്ലേ, ഒരു കുട്ടി ടാങ്ക് എന്നൊക്കെ പറയാം. അതായത് നല്ല വെയിറ്റുള്ളൊരു വണ്ടി, അത് നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഉപയോഗിച്ച് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹൈവേയിൽ ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്ത് ഇതാക്കുന്ന സമയത്തില്ലേ, ശരിക്കും ഒരു റിജിഡ് ഭയങ്കര സോളിഡ് ഫീലാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടാണ്. പിന്നെ ഈ ഒരു സംഭവം സ്ക്രീനിനകത്ത് നോക്കിയാൽ ബ്ലൈൻഡ് സ്പോട്ട് ഒരു വാർണിംഗ് പരിപാടി, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം മിററിൽ കാണാത്തതും നമുക്ക് അതിനകത്ത് കാണാം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനും ടേൺ ചെയ്യാനും അതിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഏറെക്കുറെ 350 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വണ്ടിക്കകത്തുള്ളത് കേട്ടോ. ഒരു 150 ഹോഴ്സ് പവറിൻ്റെ ഫ്രണ്ട് മോട്ടറും 175 ഹോഴ്സ് പവറിൻ്റെ റിയർ മോട്ടറുമാണ് ഇപ്പം ഈ വണ്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശരിക്കും അത്യാവശ്യം കമാൻഡിങ് പൊസിഷനാണ് എന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ വീണ്ടും പറയുന്നില്ല. ഒരു ആംബുലൻസ് മാക്സിമം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഓക്കെ, ഡൺ. ആംബുലൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറെക്കുറെ 70-80 കിലോമീറ്ററോളം ആവാനായി. നമ്മളിങ്ങനെ കുറേ ദൂരം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡൽഹിയിൽ ഭയങ്കര ട്രാഫിക്കാണ്. സോ ഈ ട്രാഫിക്കിനകത്തുള്ള സമയം ഒരുപാട് നമുക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മൈലേജിൽ ഇൻക്ലൂഡിങ് ട്രാഫിക്കാണ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ഐഡിയലായിട്ട് നിൽക്കുന്നുണ്ട്. പല സിഗ്നലായിട്ട് നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, അല്ലാതെ തന്നെയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഹാരിയർ നമ്മളെ വട്ടം പിടിച്ച് നിർത്തി. ഞാൻ പറഞ്ഞു, ചേട്ടാ പുതിയ നിങ്ങളെ ഏട്ടനല്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ എന്നൊക്കെ ചോദിച്ചപ്പം പുള്ളിക്കൊന്നും മൈൻഡില്ല. പുള്ളി അവിടെ നിർത്തിയിട്ടിട്ട് വേറെ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി പോയത്. ശരിക്കും പുള്ളി ബാക്കിലെടുക്കുകയാണെങ്കിൽ എനിക്ക് പോകായിരുന്നു. ഓക്കെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ദൂരം കൂടി ഓടിച്ച് നോക്കണം. എന്നിട്ട് നമുക്കൊരു ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 500 കിലോമീറ്റർ ഓടിച്ച് നോക്കുക എന്നുള്ളത് ഈ ഒരു ചെറിയ സമയത്ത് പറ്റൂല. അതുകൊണ്ട് ഒരു റിയൽ ലൈഫ് ടെസ്റ്റിങ്ങിന് നമുക്ക് നാട്ടിൽ വണ്ടി കിട്ടുമ്പം നമുക്ക് ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ 100 കിലോമീറ്റർ ദൂരം ഇപ്പോൾ ഇതാ ടാറ്റ ഹാരിയർ .EV ആയിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. 93 നിന്ന് തുടങ്ങി ഇപ്പം എത്തി നിൽക്കുന്നത് 67% ചാർജിലാണ്. 1012 കിലോമീറ്ററാണ് ഓഡോമീറ്ററിനകത്ത് റേഞ്ച് കാണിക്കുന്നത്. തുടങ്ങുന്ന സമയത്ത് 911 ഉണ്ടായിരുന്നെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1012 മൈനസ് 911 101 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അതേപോലെ 93 നിന്ന് ആരംഭിച്ച് 67 ബാറ്ററി എത്തി നിൽക്കുന്നത്. 26% നമ്മൾ ബാറ്ററി കപ്പാസിറ്റി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 26 ഹരിക്കണം 101 0.25% ആണ് 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഹാരിയർ .EV ഉപയോഗിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 67% ഇനിയുണ്ട് അല്ലേ. അങ്ങനെ 67% ഉണ്ട് എന്നുണ്ടെങ്കിൽ 67 ഹരിക്കണം 0.25, ഇനിയും 268 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനുള്ള ബാറ്ററി ഇതിനകത്തുണ്ട്. പ്ലസ് 101 ആണെങ്കിൽ 369 കിലോമീറ്റർ ദൂരം നമുക്കിത് വെച്ച് സഞ്ചരിക്കാൻ നിലവിൽ പറ്റും. പക്ഷേ ഒരു കാര്യം പറയാം, ഈ 369 എന്നുള്ളത് ശരിക്കും നമുക്ക് ഏറെക്കുറെ ഒരു 400-450 കിലോമീറ്റർ ദൂരം കിട്ടും എന്ന് പറയാം. കാരണം നമ്മളിപ്പോൾ ഈ ഓടിച്ചതിലെ 50% അല്ല ഒരു 40% നമ്മൾ ഐഡിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നതിൻ്റെ ആ ഒരു ക്യാരക്ടർ, അത് ഇലക്ട്രിക് വണ്ടിയാണല്ലോ, പ്രീവിയസ് ഇത്ര പെർസെൻറ്റേജ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രാഫിക്കിൽ നമ്മൾ കുറേ നേരം ഐഡിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, പതുക്കെ മൂവ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 450-400 ആ റേഞ്ചിൽ എന്തായാലും ഹാരിയർ .EV കിട്ടുമെന്നാണ് എൻ്റെ റിയൽ റേഞ്ച് ഒപ്പീനിയനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് അഡാസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. 360 ഡിഗ്രി ക്യാമറ ഉണ്ട്, അതിൻ്റെ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്.
സോ എല്ലാം കൊണ്ടും ഓട്ടോ പാർക്കിംഗ്, അഡാസ്, 5 സ്റ്റാർ സേഫ്റ്റി, ഇത്രയും സ്പേഷ്യസ്, ഭയങ്കര വെയിറ്റ് ഉള്ള വണ്ടി, വലിയ വണ്ടി, നല്ല റോഡ് പ്രസൻസ് ഉള്ള വണ്ടി, കാണാനും കൊള്ളാവുന്ന വണ്ടി, ഇൻറ്റീരിയർ ആണെങ്കിലും അടിപൊളി, ലെതർ സീറ്റും ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും, ബോസ് മോഡ്, അങ്ങനെ ഗംഭീര ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഒരു EV ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ 30 ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിലൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ harrier.ev ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.